സമയത്ത് ഒരു സഹാബി, ആ സഹാബി അല്പം നീളം കുറഞ്ഞ ആളാണ്. നീളം കുറഞ്ഞ ആളോട് പറയാണ്, റസൂലുള്ളാഹ്, മോനെ നീ ഇപ്പൊ വീട്ടിലേക്ക് പോകണം, നിനക്ക് യുദ്ധത്തിന് വരേണ്ടതില്ല, നിങ്ങൾ ഇവിടെ അണിയൊപ്പിക്കുന്ന ആളല്ല, അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിന് വരേണ്ടതില്ലെന്ന് പറയുന്നു. ആരാണ്? ഉമൈർ ഇബ്നുൽ ഹുമാം അൻസാരി റളിയല്ലാഹു തആല അൻഹു. പെട്ടെന്നതാ സുബ്ഹാനല്ലാഹ് ഉമൈർ ഇബ്നുൽ ഹുമാം അൻസാരി തങ്ങൾ അതാ റസൂലുള്ളാഹി പറഞ്ഞു. വീണ്ടും റസൂലുള്ളാഹി താരത്തേക്ക് വരുമ്പോ കാല് പൊന്തിച്ച് വിരലിൽ കുത്തി നിൽക്കുകയാണ്. എന്തിനാ? ഞാൻ അല്പം പൊക്കം കുറഞ്ഞു പോയാൽ എന്നെ വീണ്ടും തിരിച്ചയക്കും. അതാ കാലിൽ കുത്തി നിൽക്കുകയാണ് യുദ്ധത്തിന് പങ്കെടുക്കാൻ വേണ്ടിട്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്താ പറയുന്നത്? പരിക്കാനത്തിൽ കൊണ്ടുകൊന്ന തുണിയും സുന്ദസ അൽഹംദുലില്ലാഹ് ജീവിതം എന്തസ എന്നുള്ള സ്വർഗ്ഗത്തിനെ സംബന്ധിച്ച് ഫിഹാ സുററും മർഫൂഅ വഅക്വാബും മൗളൂഅ വനമാരികു മസ്ഫൂഫ വസറാബി മബ്സൂസ. ചലിക്കുന്ന കട്ടിലുകളുണ്ട്, തലയണകളുണ്ട്, വിരപ്പുകളുണ്ട്, പുതപ്പുകളുണ്ട്, പാനീയങ്ങൾ വിവിധ തരങ്ങളുണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളുമുള്ള സ്വർഗം. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലും കിളക്കണ്ട പൊട്ടണ്ട അവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. ഈ ലോകത്ത് കാണുമ്പോ ഒരു പാപ്പറായി അല്ലേ, ഒരു പാപ്പറായി, വളരെ പാപ്പറായിട്ട് കാണുന്ന ആള് അവർ പള്ളിയിൽ വരും, നിസ്കരിക്കും, ഏതെങ്കിലും സ്ഥലത്തുണ്ടാവും, അവരോട് ഒന്നിനും പോകാതെ പാപ്പറായി ജീവിക്കുന്ന ആളുകള്. നമ്മൾക്ക് തോന്നും ആൾ ദരിദ്രനാണ്, പാവപ്പെട്ടവനാണ്, അയാൾക്കൊന്നുമില്ല, അയാളോട് കല്യാണവും പറയണ്ട, സൽക്കാരവും പറയണ്ട, അയാൾ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ മറ്റുള്ളവരൊക്കെ വെറുക്കും അല്ലേ എന്ന് ചിന്തിക്കും. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ പിരിവിന് ഒരാൾ വന്നു, അപ്പൊ എന്താണ്, അയാൾ ഇങ്ങനത്തെ ആളാണ്, താടിമുടിയൊക്കെ നീട്ടി വെറുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ കണ്ടാൽ മുടി ജടകുത്തിയ അറുക്കപ്പെടുന്നവർ ദരിദ്രനായി ഭാണ്ഡവും പേറി നടക്കുന്ന ഒരാളാണ്. നമ്മൾ എന്ത് ചെയ്യും? അയാൾ വേഗം എന്തെങ്കിലും ചില്ലറ കൊടുത്ത് വേഗം പറഞ്ഞേക്കും, അല്ലെങ്കിൽ നമ്മൾ കുറെ ചോദ്യം ചെയ്യപ്പെടും അല്ലേ. പക്ഷേ അവർ പക്ഷേ നല്ല മനുഷ്യന്മാർ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ എക്കാലത്തിലോ. ഓ സഹാബത്ത്, നിങ്ങൾ ഒട്ടിയ വയറുമായി വന്നവരാണ്. നിങ്ങൾക്കതാ പഴങ്ങളും അതേ പഴവർഗ്ഗങ്ങളും പാനീയങ്ങളും സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ മുന്നിലൂടെ ഒഴുകുന്ന അരുവികളുണ്ട്, അവിടെ അതാ തേനിന്റെ പുഴകളുണ്ട്, അവിടെ അതാ പാലാറുകളുണ്ട്, തേനാറുകളുണ്ട്. നിങ്ങൾ വിഷമിക്കണ്ട. അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ. നിങ്ങളോട് അതാ ഉടമ്പടി ചെയ്ത സ്വർഗം, നിങ്ങൾക്ക് അല്ലാഹു തആല വാഗ്ദത്തം ചെയ്ത സ്വർഗം ഞാൻ ഉറപ്പു തരുന്നു, നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അതാ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ആകാശഭൂമികൾക്കിടയിലുള്ള വിശാലത സ്വർഗീയ ലോകത്തുണ്ടെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഉമൈർ ഇബ്നുൽ ഹുമാം അൻസാരി തങ്ങൾ ബഖിൻ എന്ന് പറഞ്ഞിട്ട് രണ്ട് ചാട്ടം ആവേശത്തോടെ ചാടുകയാണ്, ആവേശത്തോടെ ചാടുകയാണ്. എന്നിട്ട് അതാ പറയുന്നു, റസൂലുള്ളാഹി പറയാണ്, മോനെ നീ യുദ്ധത്തിൽ നിൽക്കാതെ പോകണം, നീ ചെറുപ്പക്കാരനാണെന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിനോട് പറഞ്ഞ മറുപടി, നബി ഞങ്ങൾ ദ്വാരക്കല, ഞാൻ പോകാന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയിക്കല്ല. എന്താ ചെയ്തറിയോ? قال لا والله لا 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 والله ഞാൻ ഒരിക്കലും പോകൂല യാ റസൂലല്ലാഹ്, എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഒരിക്കലും പോകൂല നബിയേ. ഇല്ലാ റജാൻ നകൂന മിൻ അഹ്ലിഹാ, ഞാൻ എൻ്റെ കുടുംബ
കുടുംബത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളുടെ കൂടെ ബദർ രണാങ്കണത്തിലേക്ക് പോരാനാണ് ആഗ്രഹിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് ബദരീങ്ങളാണ്ട് വിഭവസമൃദ്ധമാകുന്ന മാംസങ്ങളും വിഭവസമൃദ്ധമാകുന്ന ഭക്ഷണങ്ങളും വിഭവസമൃദ്ധമാകുന്ന പാനീയങ്ങളും ഉണ്ടാക്കി നല്ലത് തന്നെ അള്ള പ്രതിഫലം നൽകട്ടെ. അതെല്ലാം തിന്ന് ഉഷാറായി സുബ്ഹാനല്ലാഹ് വീട്ടിലേക്ക് അങ്ങ് പോയിട്ട് തിരിച്ചു വരാൻ പള്ളിയിൽ നിസ്കരിക്കാൻ ആളില്ലാതായി പോകരുത്. തറാവീഹിന് ഈ വരുന്ന ആളുകളും വരാതായി പോകരുത്. കാരണമെന്താ? നിങ്ങൾ നോക്ക പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമൈർ ബിൻ ഹുമാം അൻസാരി തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ തിരിച്ചു പോകണം വീട്ടിലേക്ക് ദയവ് ചെയ്തിട്ടെന്ന് പറഞ്ഞപ്പോ ഇല്ല ഞാനതാ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോ ഒരു ഈത്തപ്പഴത്തിന്റെ സഞ്ചി ഞാൻ തോളിലിട്ടിരുന്നു. യുദ്ധക്കളത്തിലേക്ക് പോകുന്നു. ആ യുദ്ധക്കളത്തിൽ നിന്ന് ബദർ യുദ്ധം നടക്കുന്നതിന്റെ ഇടയിൽ ഓരോ ഈത്തപ്പഴം ഇങ്ങനെ തൊള്ളയിലിട്ട് തിന്നുകയാണ്. ഓരോന്നെടുത്തിട്ട് തിന്നുകയാണ്. പെട്ടെന്ന് ഈ മഹാനായ സഹാബി ഈത്തപ്പഴം അതാ തിന്നുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ഈത്തപ്പഴത്തിന്റെ സഞ്ചി വലിച്ചെറിഞ്ഞിട്ട് പറയുന്നു, ഞാനെങ്ങാനും ഈത്തപ്പഴം തിന്നാൽ ഞാനൊരു പക്ഷേ ഈത്തപ്പഴത്തിന്റെ പ്രോട്ടീൻ കൊണ്ട് ഈത്തപ്പഴത്തിന്റെ ഊർജം കൊണ്ട് എനിക്ക് കൂടുതൽ ഇനി അതാ ഇവിടെ ആയുസ്സുണ്ടായേക്കാം. അതുകൊണ്ട് ഫറമാ വലിച്ചെറിഞ്ഞിട്ട് ഈത്തപ്പഴത്തിന്റെ സഞ്ചിയും ഈത്തപ്പഴവും വലിച്ചെറിഞ്ഞിട്ട് അതാ അടർക്കളത്തിലിറങ്ങി അടർക്കളത്തിലിറങ്ങി പോരാടുന്നു. മുത്തുനബിയെ തകർക്കാൻ വന്ന ശത്രുക്കൾക്കെതിരെ, മുത്തുനബിയെ തകർക്കാൻ തളർത്താനും വന്ന ശത്രുക്കൾക്കെതിരെ ഉമൈർ ബിൻ ഹുമാം അൻസാരി തങ്ങൾ യുദ്ധം ചെയ്യുന്നു. ഹത്താ ഖുതില, അതേ ഷഹീദാകുന്നത് വരെ. അതല്ലേ ബദരീങ്ങൾ മരിക്കുന്നത് വരെ യുദ്ധം ചെയ്തു. നിങ്ങൾ നോക്കി വീട്ടിലേക്ക് തിരിച്ചു പോയോ? ഇല്ല. ഇതാണ് മഹാന്മാർ, ഇതാണ് ബദരീങ്ങൾ. ഈ ബദരീങ്ങളുടെ പവർ എന്താണ്? പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ബദരീങ്ങളുടെ പവർ എന്താണ്? പറഞ്ഞാൽ തീരുമോ? ഇല്ലല്ലോ, ഒരിക്കലുമില്ല. അതെ, فضل وإحسان ومكرمة هم سيدوا ملة المختار من نظراء. അവർ ധന്യരാണ്, അവര് ശ്രേഷ്ഠതരാണ്, അവര് നന്മ ചെയ്തവരാണ്, അവര് സൽഗുണ സമ്പൂർണരാണ്. ശോമോസുദ്ദീനുൽ ഖുദാ ബദറു മില്ലത്തിനാ വഹബ്ബദൽ ഖമഹ കമാലഹും നളറാ. സന്മാർഗ മതത്തിന്റെ സൂര്യന്മാരാണ് അവര്. നമ്മുടെ സമൂഹത്തിന്റെ പൗർണമിമാരാണ്. അവർക്ക് പകരം വെക്കാൻ, അവർക്ക് തുല്യരായി ലോകത്ത് മറ്റാരുമില്ല. അതല്ലേ ശുഹദാക്കളെ സംബന്ധിച്ച് അല്ലാഹ് പറഞ്ഞത്, വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. വലാ തഹ്സബന്നല്ലദീന, ഒരു കൂട്ടരെ പറ്റി നീ ചിന്തിക്കരുത്, നീ വിചാരിക്കരുത്. പറയല് പോകട്ടെ, പറയണ്ട, ചിന്തിക്കന്നെ യമൻ. ഖുതിലൂ, അവർ കൊല്ലപ്പെട്ടു എന്ന്, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ. അംബാത്തൻ, അവർ കൊല്ലപ്പെട്ട് മരിച്ചുപോയവരാണ്. അവർക്ക് ഇനി ഒരു കഴിവില്ല എന്ന് നീ പറയാൻ പാടില്ല. അവര് ജീവിച്ചിരിക്കുന്നവരാണ്. അവരുടെ റബ്ബിന്റെ അരികത്ത്
അള്ളാഹു നൽകിയ വലിയ പവർ കൊണ്ട് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് ആര്? ബദരീങ്ങൾ. നിങ്ങൾ നോക്ക്, ആ ബദരീങ്ങൾ സുബ്ഹാനല്ലാഹ് അവരാരാ? നിങ്ങൾ നോക്ക്, ആ ബദരീങ്ങളുടെ പേര് ഒരാൾ പറഞ്ഞാൽ, ആ ബദരീങ്ങളുടെ പേര് പറഞ്ഞിട്ട് റബ്ബിനോട് കാര്യം ചോദിച്ചാൽ, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് അവർ, സൃഷ്ടികളിൽ ശ്രേഷ്ഠരാണ് അല്ലേ? ആ സൃഷ്ടികളിൽ ശ്രേഷ്ഠരായ ബദരീങ്ങൾ. അപ്പൊ ഒരാൾ ചോദിക്കാണ്, സൃഷ്ടികളിൽ ശ്രേഷ്ഠ നബിയല്ലേ? ആ നബി ബദരീങ്ങളിൽ നേതാവല്ലേ? അപ്പോൾ നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്, സമരങ്ങളിലും യുദ്ധങ്ങളിലും അവർ അചഞ്ചല ഹൃദയമുള്ളവരാണ്. ശത്രു പ്രമുഖർക്കും അവിശ്വാസികൾക്കും നേരെ അവർ സത്യത്തിന്റെ പുലികളായവരാണ്. നിങ്ങൾ നോക്ക്, സുബ്ഹാനല്ലാഹ്. ഇനി അവരുടെ പവര് നിങ്ങൾക്കറിയണമോ? വസൽ ഹുനൈനം വസൽ ബദറം വസൽ ഉഹദാ അൻബഅതദിബിഹിം വല്ലതഫു കൈഫ ജറാ. വസൽ ഹുനൈനൻ, ഹുനൈനിനോട് ചോദിക്കൂ. വസൽ ബദറൻ, ബദറിനോട് അന്വേഷിക്കൂ. വസൽ ഉഹദൻ, ഉഹദിനോട് ആരായോ അന്വേഷിക്കൂ. എന്നിട്ടോ അൻബഅതദിബിഹിം, അവരുടെ ശിക്ഷയെപ്പറ്റി, വൽഹത്ഫു കൈഫ ജറാ, അവർ മരിച്ചത് എങ്ങനെയാണെന്നും അവരുടെ ശിക്ഷയെ പറ്റി നിങ്ങൾ ഹുനൈനിനോടും ബദറിനോടും ഉഹദിനോടും ചോദിക്കുക. ശുഹദാക്കൾ ഇറങ്ങിയപ്പോ ശത്രുക്കൾക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ബദർ പഠിക്കുക, നിങ്ങൾ ഉഹദ് പഠിക്കുക, നിങ്ങൾ ഹുനൈൻ പഠിക്കുക. എന്നാൽ അവരുടെ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് പറയാണ്, അവരാരാണ്? അവര് ധീരതയുടെ വിഷയത്തിൽ പുരുഷന്മാരെ പോലെയാണ്. സുബ്ഹാനല്ലാഹ്, അവരാരാണ്? പർവ്വത സമാനമായ കരുത്തുള്ളവരാണ്, പർവ്വത സമാനമായ കരുത്തുള്ളവരാണ്. പർവ്വതത്തോട് എതിർക്കാൻ പറ്റുമോ? പർവ്വതത്തെ ആക്രമിച്ചിട്ട് കാര്യമുണ്ടോ? പർവ്വതത്തിലേക്ക് കല്ലെറിഞ്ഞിട്ട് കാര്യമുണ്ടോ? മനശക്തിയുള്ളവർ യുഗം പോലെയാണ്. അവരത്യുന്നത നേതാക്കന്മാരാണ്, പവറുള്ളവരാണ്. അവരോട് പോരാടിയിട്ട് കാര്യമില്ല, അവരോട് പോരാടിയിട്ട് കാര്യമില്ല. നബിതങ്ങളെ കൊണ്ടും ബദരീങ്ങളെ കൊണ്ടും ചോദിക്കുക. മുസ്തഫ അല്ലാഹുവിനോട് യാചിക്കുക, അല്ലാഹുവിനോട് യാചിക്കുക എന്ന് ചോദിക്കണം. അതേ ബദരീങ്ങളെ കൊണ്ടും നബിതങ്ങളെ കൊണ്ടും ചോദിച്ചിട്ട് അല്ലാഹുവിനോട് യാചിച്ചോ, തീർച്ചയായും അല്ലാഹു തആല തരുന്നവനാണ്. അല്ലാഹു തരുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. സുബ്ഹാനല്ലാഹ്, ആ ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ? നമ്മൾ മുസ്ലിം ഉമ്മത്തും ചോദിക്കണം. വലഖദ് നസറക്കും, സുബ്ഹാനല്ലാഹ്, വലഖദ് നസറക്കും അല്ലാഹു, അതേ നാം നിങ്ങളെ സഹായിച്ചു അല്ലാഹു തആല ബദറിൽ വഅൻതും അദില്ലത്തുൻ, നിങ്ങൾ വളരെ ചെറിയ സംഘമായിരുന്നില്ലയോ? നിങ്ങളെ നമ്മൾ സഹായിച്ചില്ലയോ? നിങ്ങൾ 313 ആളുകള് നിരായുധരായ, നിരക്ഷരരായ, ഭക്ഷണമില്ലാത്ത ഒട്ടിയ വയറുമായി വന്ന നിങ്ങളെ നമ്മൾ സഹായിച്ചില്ലേ? അതുകൊണ്ട് നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ബദരീങ്ങൾ ആണ്ട് കഴിക്കുമ്പോ പള്ളിയിൽ നിന്ന് മൗലൂദ് ഓതുമ്പോ ആ മൗലൂദിൽ വന്നിരിക്കാതെ പള്ളിയിൽ ആ മൗലൂദ് ഓതുകയാണ്. കുറച്ച് ഉസ്താദുമാരും അതെ നാട്ടിലെ കാരണവന്മാർക്കും ഉള്ളതല്ലല്ലോ മൗലൂദ്, എല്ലാറ്റിലും പങ്കെടുക്കണം. സുബ്ഹാനല്ലാഹ്, ചില സ്ഥലത്തൊക്കെ